എന്താണ് ഡി എഫ് ഡി നോക്കാം. ഡി എഫ് ഡി സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഡി എഫ് ഡി നമ്മൾ വരയ്ക്കുന്നത് ഒരു പ്രൊജക്റ്റിലെ ഡാറ്റ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ആ ഡിഫറെൻറ്റ് എൻറ്റിറ്റി ഇൻ ബിറ്റ്വീൻ ദറ്റ് എൻറ്റിറ്റി ഹൗ ദ ഡാറ്റ ഫ്ലോ. സോ അപ്പോൾ ഡി എഫ് ഡി നോക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓവറോൾ ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത്, അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് വ്യൂ നമുക്ക് അതിനകത്ത് കിട്ടും. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദറ്റ് പ്രൊജക്റ്റ്, അല്ലെങ്കിൽ വാട്ട് ദിസ് പ്രൊജക്ട് ഈസ് മെൻറ്റ് ഫോർ എന്നുള്ളതിനൊരു ആൻസർ നമുക്ക് ആ ഡി എഫ് ഡി റെഫർ ചെയ്താൽ കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഡി എഫ് ഡി വരയ്ക്കുന്നത്. ഡി എഫ് ഡി ഈസ് ആക്ച്വലി എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇറ്റ് യൂസസ് സം സിമ്പിൾസ് ടു represent the flow of data. Okay, there are different symbols. പല സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. പല തരത്തിലുള്ള ഡി എഫ് ഡി ഉണ്ട്. പല ആളുകൾ പുട്ട് ഫോർവേഡ് ചെയ്ത പല തരത്തിലുള്ള ഡി എഫ് ഡി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു ജനറിക് ആണ് ഞാൻ പറയുന്നത്. അതിനകത്ത് സിമ്പിൾസ് ഉപയോഗിക്കുന്നത് മേ ബി ഓൾറെഡി നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഡി എഫ് ഡി, ഡി എഫ് ഡിയിൽ എന്തൊക്കെ സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസ്, ദീസ് ആർ ദ സിമ്പിൾസ്. സോ ഡാറ്റ ഫ്ലോ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആരോസ് ഉപയോഗിക്കും. ഹെഡഡ് ആരോസ് ആണ്. ദാറ്റ് മീൻസ് ആരോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. സപ്പോസ് നമ്മളൊരു ഒരു എൻറ്റിറ്റിയിൽ നിന്നും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡബിൾ ഹെഡഡ് ആരോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ആരോ വരയ്ക്കാം, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഒരു സിംഗിൾ സൈഡിലേക്ക് മാത്രം. ഇപ്പോൾ ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് മാത്രമായിരിക്കും ആരോ ഉണ്ടാവുക. ഡാറ്റാബേസിൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ആരോ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ പ്രോസസ്സസ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സർക്കിൾസ് ഉപയോഗിക്കും. So, perform some transformation of input data to yield output data. That is process. സോ നിങ്ങളിവിടെ ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ ഒരു പ്രോസസ്സാണ്. ആ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയ നമുക്ക് എന്ത് കിട്ടും, യു വിൽ ബി റീഡയറക്റ്റഡ് ടു ദ ലോഗിൻ പേജ്, അല്ലെങ്കിൽ പ്രൊഫൈൽ പേജ്. ഓക്കെ, സപ്പോസ് ബുക്കിംഗ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അത് കാണിക്കാൻ വേണ്ടി, അത്തരം പ്രോസസ്സുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സർക്കിൾസ് ആണ്. സോ ഇൻ സം മോഡൽസ് ഈ സർക്കിളിന് പകരം നമ്മൾ എലിപ്സ് ഉപയോഗിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ എലിപ്സ് ആണ് ഉപയോഗിക്കുക. സോ കൺവീനിയൻസിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് സർക്കിൾസ് ആകുമ്പോൾ കുറച്ച് സ്ഥലം കുറവുണ്ടാവും. അപ്പോൾ നമ്മളതിനെ ഒന്നുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എലിപ്സ് ആയിട്ട് ഉപയോഗിക്കും. എലിപ്സ് ഉപയോഗിക്കാം, ഇറ്റ് ഈസ് ഓക്കെ. സം പീപ്പിൾ ഡ്രോ ഇറ്റ് ആസ് സർക്കിൾ ആൻഡ് സം അതേഴ്സ് യൂസസ് എലിപ്സസ്. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ എൻറ്റിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്ടാങ്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി a source of system inputs or sink of system outputs. സോ എക്സ്റ്റേണൽ എൻറ്റിറ്റി സിംപ്ലി നമ്മളൊരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് യൂസേഴ്സ് കാണും, അഡ്മിൻ കാണും, ഏജൻസ് കാണും, അങ്ങനത്തെ കുറേ എൻറ്റിറ്റികളുണ്ടായിരിക്കും, എക്സ്റ്റേണൽ എൻറ്റിറ്റികൾ. അത്തരം എൻറ്റിറ്റികളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഈ റെക്ടാങ്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ഒബ്വിയസ്ലി യു ആർ സ്റ്റോറിങ് സം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാറ്റ സ്റ്റോർ ഉപയോഗിക്കും. അത് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ റെപ്രസെൻറ്റേഷൻ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ആണ് ഉപയോഗിക്കുക. ഐ ഷോ യു ഹൗ ടു ഡ്രോ ദാറ്റ്. ഓക്കെ, ദെൻ ഈ റെപ്പോസിറ്ററി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. റെപ്പോസിറ്ററി ഓഫ് ഡാറ്റ. ദ ആരോ ഹെഡ് ഇൻഡിക്കേറ്റ്സ് ദ നെറ്റ് ഇൻപുട്സ് ആൻഡ് നെറ്റ് ഔട്ട്പുട്സ് ടു സ്റ്റോർ. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, അതിന് എടുക്കുന്നു, അത്തരം കാര്യങ്ങൾ നമ്മൾ ആരോ ഹെഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ ഡി എഫ് ഡി സ്റ്റാൻഡേർഡ്സ് പല ആളുകളും പല രീതിയിൽ വരയ്ക്കും. അൾട്ടിമേറ്റ്ലി ദ എയിം ഓഫ് ഡി എഫ് ഡി ഈസ് ടു ഷോ ദ ഡാറ്റ ഫ്ലോ, അല്ലെങ്കിൽ ഹൗ ദ സിസ്റ്റം വർക്ക്സ്, ഹൗ ഡാറ്റ ഫ്ലോസ് ഇൻസൈഡ് യുവർ സിസ്റ്റം. അതാണ് നമ്മളുടെ ഈ ഡി എഫ് ഡിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് ഡി എഫ് ഡി ആൻഡ് ഫ്ലോ ചാർട്ട് ആസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഡാറ്റ തന്നെയാണ്, പക്ഷേ അതിന് എന്തുണ്ടായിരിക്കും, അതിന്റെ പ്രോസസ് സ്റ്റെപ്സിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ട് സംഖ്യ കൂട്ടാനായിട്ട് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഫസ്റ്റ് യു നീഡ് ടു റീഡ് ദ ഇൻപുട്ട്, then you need to add it, then you need to store it in a variable, then print it. ഈ രീതിയിലാണ് പോവുക. സോ അവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരയ്ക്കാം. ലോഗിൻ, ദെൻ ബുക്കിംഗ്, അതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, രണ്ടും സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ബട്ട് there are some technically there are some differences. Okay, so അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഡി എഫ് ഡി വരയ്ക്കാൻ നോക്കാം. ഞാനൊരു സാമ്പിൾ പ്രോജക്റ്റ് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട്. അഡ്മിൻ മൊഡ്യൂൾ ഉണ്ട്, യൂസർ മൊഡ്യൂൾ ഉണ്ട്, ദെൻ ആംബുലൻസ് മൊഡ്യൂൾ ഉണ്ട്, ഹോസ്പിറ്റൽ മൊഡ്യൂൾ. ആൻഡ് ദിസ് ഇസ് an on-demand ambulance service project ആണ്.
അപ്പോൾ ഇതിനകത്ത് ഇത്രയും മൊഡ്യൂൾസ് ഉണ്ട്. ആൻഡ് ദീസ് ആർ കോൾഡ് എൻറ്റിറ്റീസ് ഓർ എക്സ്റ്റേണൽ എൻറ്റിറ്റീസ്. അഡ്മിൻ, യൂസർ, ദെൻ യു ഹാവ് ആംബുലൻസ്, ദെൻ അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻറ്റിറ്റീസിനെ റെഫർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെക്ടാങ്കിൾസ് ആണ്. ഓക്കെ, ഇനി ഈ എൻറ്റിറ്റികളുടെ ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓൾ ദീസ് ആർ പ്രോസസ്സസ്. ഈ പ്രോസസ്സുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? സർക്കിൾസ് ഓർ എലിപ്സ് ഉപയോഗിക്കും. ദെൻ ഓരോ പ്രോസസ്സും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും, ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും, റൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റെപ്പോസിറ്ററീസ്, കറസ്പോണ്ടിങ് റെപ്പോസിറ്ററീസ് ഉപയോഗിക്കും. അപ്പോൾ ഡാറ്റ റെപ്പോസിറ്ററിയിലേക്ക് റൈറ്റ് ചെയ്യുന്നുണ്ടാവും, റെപ്പോസിറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആരോ മാർക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റയുടെ ഫ്ലോ കാണിക്കും. ഓക്കെ, ഇതാണ് DFT എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടുപോയ കാര്യം, DFT പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽ ഓഫ് DFT ഉണ്ട്. level 0 DFT ഉണ്ട്, then level 1, level 2, and these are the different DFT levels. Level 1 or level 0 means it's an abstraction of your project. One side നിങ്ങളുടെ പ്രൊജക്റ്റ്, then other side അതിന്റെ one side input, then your project and output. ആ രീതിയിലാണ് level 0 പോകുന്നത്. Then level 1 means what are the different entities inside your project എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് level 1 എന്ന് പറയുന്നത്. Then level 2 means we'll take one. അതായത് ഈ ലെവൽ 2-ൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ഫംഗ്ഷനാലിറ്റികളും അതിന്റെ ഫ്ലോയും കാണിക്കുന്നതാണ് എന്ത് ഈ ലെവൽ 2 DFT എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു പ്രൊജക്ട് എടുത്തിട്ട് അതിൽ എങ്ങനെയാണ് DFT വരയ്ക്കാൻ നോക്കാം. സോ DFT വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡിഫറെന്റ് ടൂൾസ് ഉപയോഗിക്കാം. ലൈക്ക് ഈവൻ യു ക്യാൻ യൂസ് വേർഡ് ഓർ ഓപ്പൺ ഓഫീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം, വേർഡ് ഉപയോഗിച്ച് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എനി ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. സോ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ടൂളാണ്. ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. draw.io എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. സോ അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് പലതരത്തിലുള്ള ഇത്തരം ഡാറ്റ അല്ലെങ്കിൽ ഫ്ലോ ഡയഗ്രാംസും ഡിഫറെന്റ് ഡയഗ്രാംസ് വരയ്ക്കാനുള്ള ഓൾറെഡി ടെംപ്ലേറ്റ്സ് അതിനകത്തുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഇപ്പൊ വേർഡ് ആയാലും വേറെ ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, വേർഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആയാലും അതിനേക്കാളും ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആണ് ഈ draw.io എന്ന് പറയുന്നത്. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് ആരോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ചെയ്യേണ്ടി വരും, അവിടെ ഇവിടെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം ഫ്ലെക്സിബിലിറ്റി ചിലപ്പോൾ നമുക്ക് മറ്റുള്ള ഈ ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിന് അത് ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇവിടെ നമുക്ക് draw.io വെച്ചിട്ട് വരയ്ക്കാം. അപ്പൊ draw.io പോകാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ വാട്ടർ ബ്രൗസർ ഏതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് draw.io എന്ന് ടൈപ്പ് ചെയ്യാം. സോ diagrams.net എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വരും. സോ ക്ലിക്ക് ഓൺ ദാറ്റ്. അതിൽ നിന്ന് ഇനീഷ്യലി ഇത് ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. സോ യു ഹാവ് ടു ആൻസർ ഇറ്റ്. ദെൻ യു വിൽ ബി റീഡയറക്റ്റഡ് ടു യുവർ വർക്ക് സ്പേസ്. ഓക്കെ, സോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡയഗ്രാം എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നത്. യു ക്യാൻ സേവ് ഇറ്റ് ഓൺ ഗൂഗിൾ ഡ്രൈവ് ഓർ നിങ്ങൾക്ക് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ യു ക്യാൻ സെലക്ട് യുവർ ഡിവൈസ്. സോ ഐ എം ഗോയിങ് ടു സെലക്ട് മൈ ഡിവൈസ് എടുത്തു. ആൻഡ് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡയഗ്രാം ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതോ പുതിയ ഡയഗ്രാം വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ക്ലിക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ വരച്ചിട്ടൊന്നുമില്ല, പുതിയ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അതുകൊണ്ട് ക്രിയേറ്റ് ന്യൂ ഡയഗ്രാം എടുക്കുക. ഓക്കെ, then you'll get a dialog box like this. ഇതിനകത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ഓൾറെഡി കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ടായിരിക്കും ഇതിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചാർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡിഫറെന്റ് ചാർട്ട്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫ്ലോ ചാർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫ്ലോ ചാർട്ട്സ് ടെംപ്ലേറ്റ്സ് എന്തുണ്ടായിരിക്കും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. സപ്പോസ് യു വാണ്ട് ടു ഡ്രോ UML ഡയഗ്രാംസ് ആണ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് ഐ പ്രിഫർ select the basic template, then start it from scratch. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഇഷ്ടത്തിന് വരയ്ക്കാനാണെങ്കിൽ എന്ത് ചെയ്യാം? We can select blank diagram, then click on the create icon, create. Okay, then you have to save your file. It is actually an XML file. So all you have to do is to create, give a name here. See, I'm going to give a name ambulance and save it. Okay, so then you will be redirected to a page like this. This is the home page, or this is your workspace, and you have a menu system here. Then you have a drawing board like this, a grid with a grid lines. Okay, so normally the size, I think it's an A4 size. You can zoom in and zoom out by pressing control key and rolling the mouse wheel. Mouse wheel തിരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും?
സൂം ഇനും സൂം ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂം ഇൻ സൂം ഔട്ട് ബട്ടൺസ് ഉണ്ട്, ഓർ യു ക്യാൻ സെലക്ട് എ സ്പെസിഫിക് സൂം. സോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പം എനിക്ക് തോന്നുന്നത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൗസിൽ വീല് റോൾ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ടൂൾ ബോക്സ് കാണാം. ഈ ടൂൾ ബോക്സിനകത്ത് കുറെ ടൂൾസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ടൂളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. Then and this is a general tools. Then specific tools ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് advanced tool box ഇവിടെ ഉണ്ട്, അതിന് ടൂൾസ് എടുക്കാം. Okay, and this is a toolbox, and this is a work, this is your artboard or workspace. Then you have property bar here. Then ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ എൻറ്റിറ്റി ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വർക്ക് സ്പേസ് ആണ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഷീറ്റാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ആ ഷീറ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടികളാണ് റൈറ്റ് സൈഡിലുള്ളത്. യു ക്യാൻ സെലക്ട് ദ പേപ്പർ സൈസ്. Then if you don't want the grid lines, you can click on this check. Appa grid lines പോകും. But I prefer grid lines because ഗ്രിഡ് ലൈൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എലമെന്റ്സിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഐ ഷോ യു ഹൗ ടു ഡു ദാറ്റ്. ദെൻ പേജ് വ്യൂ ഉണ്ട്. ദെൻ ഇതിപ്പോ ഒരു സിംഗിൾ പേജ് ആണ് ഇവിടെ കിടക്കുന്നത്. താഴെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്രിയേറ്റ് അനദർ പേജ്, പേജ് 2, ആൻഡ് യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ആൻഡ് റീനെയിം ദ പേജ്. ഓക്കെ, ഇപ്പൊ ലെവൽ 0 ഒരു പേജിലും ലെവൽ 1 വേറൊരു പേജിലും വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ലൈക്ക് എക്സൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ ടോഗിൾ ബിറ്റ്വീൻ ദ പേജസ് ബൈ ക്ലിക്കിംഗ് ഓൺ ദ പേജ് നമ്പർ, അല്ലെങ്കിൽ പേജ് നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോഗിൾ ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ഓട്ടോ സേവ്. ഇവിടെ കണ്ടോ ഓട്ടോ സേവ് ടിക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുന്നൊക്കെ അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോ സേവ് ആവുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇതിന്റെ സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഡയഗ്രാമത്തിന്റെ സ്റ്റൈൽ. ഓക്കെ, ദെൻ ഇതാണ് നമ്മളുടെ എന്ത് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലെവൽ 0 DFT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെവൽ 0 DFT ഞാൻ ഓൾറെഡി പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ഇൻപുട്ടും നടുക്കുള്ള പ്രൊജക്റ്റും റൈറ്റ് സൈഡിൽ അതിന്റെ ഔട്ട്പുട്ടും, ആ രീതിയിലാണ് ലെവൽ 0 വരയ്ക്കുന്നത്. Then first we have to study how to add an element into, അല്ലെങ്കിൽ how to add a symbol into this workspace. There are different ways. ഒന്ന്, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സിമ്പിളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾ വർക്ക് സ്പേസിലേക്ക് ആഡ് ആവും. ഓക്കെ, സോ നിങ്ങൾ ഈ സിമ്പിളിൽ കൊണ്ടുപോയി മൗസ് ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിൽ സൂം ഇൻ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ ചുറ്റും എന്തുണ്ട്, കുറെ എന്താ പറയാ, കുറെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറെ ആങ്കർ പോയിന്റ്സ് വരുന്നത് കാണാം. ഓക്കെ, ദെൻ 4 ഡയറക്ഷനിലേക്ക് അത് ആരോ മാർക്കും കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിപ്പോ നോർമലി നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഒരു ഇൻസ്റ്റൻസ് ഇവിടെ ആഡ് ആവും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ വേ ഓഫ് ആഡിങ് എൻ എലമെന്റ് ടു യുവർ ആർട്ട് ബോർഡ്. ഓക്കെ, അനദർ വേ ഇസ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. ഓക്കെ, ഇതൊരു വേ ആണ് പുതിയൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ ഓൾറെഡി ഉള്ളൊരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന അതിന്റെ പ്രോപ്പർട്ടിയാണ് കാണുന്നത്, അതിന്റെ കളറ്, അതിന്റെ അതിന്റെ ബോർഡർ വിഡ്ത്ത്, ബോർഡർ തിക്നെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുക, ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിപ്പോ ഇവിടുന്ന് എടുത്തിട്ട് ഇതിന്റെ താഴെ കൊണ്ടുവെക്കണമെങ്കിൽ സിംപിളി ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മൗസ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, എവിടെ വേണമെങ്കിലും ഡ്രോപ്പ് ചെയ്യാം. സോ ഇവിടെ ഈ ഗ്രിഡിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്, നിങ്ങൾ ഇതിൽ കൊണ്ടുവെക്കുമ്പോൾ ഇവിടെ ലോക്ക് കിട്ടും. അതായത് ഗ്രിഡിൽ ഇങ്ങനെ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ലോക്ക് വരും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, സിംപ്ലി യു ക്യാൻ ഡ്രാഗ് ടു വാട്ട് എവർ സൈഡ് യു വാണ്ട്. ഓക്കെ, ദെൻ താഴോട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണം ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത് എലമെന്റ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ആർ മൂവിങ് ഇൻ ടു ബിസിനസ് ഡ്രോയിങ് ദ ലെവൽ 0 DFT. ലെവൽ 0 വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഞാനൊരു എൻറ്റിറ്റി ആഡ് ചെയ്തു. Okay, then I'm going to place it here. Okay, if you want to increase the size, you can increase like this. Okay, then process കാണിക്കാൻ വേണ്ടി either you can use circle or ellipse. I'm going to use ellipse because if you want to write inside this, I think ellipse is better. Okay, then right side നമ്മൾ അതിന്റെ ഞാൻ കോപ്പി ആണ് ചെയ്തത്, Ctrl+C and Ctrl+V. then you will get an instance, take it from there, then place it. ഇത് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം, ഇതിന്റെ അലൈൻമെന്റ് കാണിക്കുന്നത് കാണാം. ഇതിപ്പോ എന്താണ്, ഈ എൻറ്റിറ്റികൾ മൂന്നും ഒരേ ലൈനിലാണ് വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ ഞാൻ താഴോട്ട് നീക്കി വെച്ചാൽ ആ ബ്ലൂ ലൈൻസ് ഉണ്ടായിക്കില്ല. ഇപ്പൊ കണ്ടോ ബ്ലൂ ലൈൻസ് വരുന്നത്, ഞാൻ അത് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലോക്ക് കിട്ടും, യു വിൽ ഗെറ്റ് ദാറ്റ് ഫീലിംഗ്. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിംഗ് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് ലെവൽ 0 എന്ന് പറയുന്നത്. ആൻഡ് യു നീഡ് ആരോസ്. ഓക്കെ, ആരോ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ടൂൾ ബോക്സിൽ വന്നാൽ നിങ്ങൾക്ക് ആരോ കാണാം, ഡബിൾ ഹെഡഡ്, സിംഗിൾ ഹെഡഡ്. ഐ വാണ്ട് എ സിംഗിൾ ഹെഡഡ് ആരോ. ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആരോ ഇവിടെ ഒരു സ്ലാന്റഡ് ആരോ, അതായത് ചെരിഞ്ഞിരിക്കുന്ന ഒരു ആരോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോയുടെ രണ്ട് ഹെഡിലും ഒരു ബ്ലൂ കളർ ഇൻഡിക്കേഷൻ വരും, അതിന്റെ ഹെഡേഴ്സിന്റെ അവിടെ. ഓക്കെ, ഇനി ഈ ആരോ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ മൗസ് കൊണ്ടുപോകുമ്പോൾ കാണാം ഇതിനകത്ത് ഈ ഈ എൻഡ് പോയിന്റുകളിൽ അല്ലെങ്കിൽ ഈ ആങ്കർ പോയിന്റിലൊക്കെ ഒരു ഗ്രീൻ കളർ ഇൻഡിക്കേഷൻ വരുന്നത് കാണാം. ദിസ് is actually created by using line segments. ലൈൻ സെഗ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ലൈൻ സെഗ്മെന്റ് എടുക്കുക, അതായത് ഈ ഒരു ബോട്ടം ലൈൻ സെഗ്മെന്റ്, ഇതിന്റെ ഈ തല മുതൽ ഈ തല വരെ. സോ അതിനെ ടോട്ടലി ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എടുത്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ദെൻ ഇത് മുതൽ ഇതുവരെ എടുത്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് ആണ്. അതേപോലെയാണ് എല്ലതും. ഓക്കെ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കിളിൽ ഈ ആർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതും അതേപോലെയാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇവിടുന്ന് പിടിക്കുക, ഇതിന്റെ ഒരു അറ്റത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മൗസ് ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ മൂവ് ചെയ്യിക്കാം. ലൈക്ക് ഇപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നത്, എങ്ങനെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഏത് എൻഡാണോ പിടിക്കേണ്ടത് ആ എൻഡിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇനി ഇവിടെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കാണാം ഇവിടെ ആ ഇൻഡിക്കേഷൻ വരുന്നത് കാണാം. എവിടെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത്, ഏത് ആങ്കറിലാണോ പ്ലേസ് ചെയ്യുന്നത് അതിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ ലോക്ക്. ദെൻ അവിടെ ലീവ് ചെയ്യുക. ദെൻ ഈ തല എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഈ തലയും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ സർക്കിളിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പോയിന്റിൽ ആങ്കർ പോയിന്റ് ലീവ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ പറയുന്ന പോലെ അത്ര ടഫ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, ഇത്രയും വലിയ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് മേ ബി ഒരുപാട് എക്സ്പ്ലനേഷൻ ആയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. സിംപിളി ഇനി ഇതേപോലെ സാധനം ഇങ്ങോട്ടും വേണം. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു കോപ്പി എടുക്കാം, ദെൻ പേസ്റ്റ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവും. ഞാൻ ഇതേ സാധനം കൊണ്ടിട്ട് എന്ത് ചെയ്യും, ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ കണ്ടത് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ദിസ് ഇൻ ഇൻപുട്ട്. ഓക്കെ, ഇതിനുള്ളിൽ എഴുതാൻ വേണ്ടി ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഏത് എലമെന്റിന്റെ ഉള്ളിലും ഇതിനകത്തുള്ള ഏത് എൻറ്റിറ്റി എടുത്താലും അതിനകത്ത് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ഇതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോംപ്റ്റ് വരും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ദിസ് ഇൻപുട്ട്. ഓക്കെ, യുവർ പ്രൊജക്ട് നെയിം then your output. ഇതാണ് നമ്മുടെ ലെവൽ 0 DFT എന്ന് പറയുന്നത്. ഇവിടെ ഇനി ഇതിന്റെ പുറത്തൊരു ലേബലിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടികളാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ ഈ ബോർഡർ തിക്നെസ് കൂട്ടണം, അങ്ങനത്തെ കാര്യമൊക്കെ ഈ റൈറ്റ് സൈഡിൽ കൺട്രോൾഡ്, ആൻഡ് ദാറ്റ് ഈസ് അപ് ടു യു, യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിന്റെ പുറത്ത് ലെവൽ 0 എന്നൊരു ഇൻഡിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൂൾ ബോക്സിന്റെ ക്വിക്ക് ആക്സസ് ബാർ പോലെ ഒരു സ്നിപ്പറ്റ് കിട്ടും. അതിനകത്ത് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്വിക്ക് ആക്സസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ സെറ്റ് ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ടെക്സ്റ്റ് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ഇൻസ്റ്റൻസ് ഇവിടെ വരും. സോ ഐ വാണ്ട് ടു റൈറ്റ് സംതിങ് ലൈക്ക് ലെവൽ 0. ഓക്കെ, then you can increase the size. ഈ ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടികൾ ഇവിടെ ഉണ്ട്. So I am going to increase the size up to I think now the size is 15 pp. Then you can make it 16, and you can change all the formatting like word like ചെയ്യുന്ന പോലെ എല്ലാ ഫോർമാറ്റിംഗ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽ 0 DFT എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ലേബൽ ഇറ്റ് ആസ് ലെവൽ 0. ആ പേജിന് പേര് കൊടുത്താണ് ലെവൽ 0 എന്ന്. ഓക്കെ, ദെൻ പേജ് 2 വന്നിട്ട് ഞാൻ ലെവൽ 1 വരയ്ക്കുകയാണ്. ലെവൽ 1 എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നു. ലെവൽ 1 എന്ന് പറയുന്നത് it will show all the entities and the corresponding repositories. ഇതാണ് നമ്മൾ ലെവൽ 1 DFT എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലെവൽ 1 DFT ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് സെലക്ട് എൻറ്റിറ്റീസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെക്ടാങ്കിൾസ് ആണ്. സോ മേക്ക് അപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ഡോക്ക് ഇറ്റ് സംവെയർ യു വാണ്ട്. എവിടെയാണോ വേണ്ടത് അവിടെ ആ ഗ്രിഡ് ലൈൻസിനുള്ളിൽ ഡോക്ക് ചെയ്യും. അപ്പൊ ഞാനിത് ഡോക്ക് ചെയ്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഒരു 4 അല്ലെങ്കിൽ 1 2 3 4 ഈ 4 ഗ്രിഡിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെയാണ് വരച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രിഡ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഷേപ്പും അല്ലെങ്കിൽ അതിന്റെ എത്ര വിഡ്ത്തും ഹൈറ്റും അങ്ങനത്തെ കാര്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് കഴിയുന്നത് ഗ്രിഡ്സ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതാണ് എൻറ്റിറ്റി. ദെൻ എത്ര എൻറ്റിറ്റി ഉണ്ടെന്ന് നോക്കുക. നമ്മുടെ പ്രൊജക്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അഡ്മിൻ ഉണ്ട്, യൂസർ ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, ദെൻ യു ഹാവ് ഹോസ്പിറ്റൽ. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെന്റ് എൻറ്റിറ്റീസ്. അപ്പൊ ഞാനിവിടെ അഡ്മിൻ എന്ന് എഴുതിയത്, ആൻഡ് ദിസ് ഈസ് മൈ അഡ്മിൻ. ഓക്കെ, ദെൻ ഇതേപോലെ നിങ്ങൾക്ക് യൂസർ, ആംബുലൻസ് ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് കോപ്പി, മേക്ക് എ കോപ്പി ഹിയർ. സോ ഞാൻ ജസ്റ്റ് കോപ്പി ഒരേപോലത്തെ കിട്ടാൻ വേണ്ടിയാണ് കോപ്പി ചെയ്തു. ദെൻ പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ്.
ഈ ഗ്രിഡ്സിലെ അഡ്വാൻറ്റേജ് ആണിത്. ഞാനിവിടെ വെച്ചപ്പോൾ കണ്ടോ എല്ലാം ഒരേ ലൈനിൽ. ദെൻ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഞാനൊരു ഒരു 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 ടൈൽ സ്പേസ് ആണ് ലീവ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഇസ് യൂസർ, ദിസ് ഇസ് hospital, and this is ambulance. And these are called entities. അപ്പോൾ entities represent ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെക്ടാങ്കിൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പ്രോസസ്സസ് ആണ്. സോ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, I just created an ellipse. Okay, and you can write admin process or admin activity. I just write admin process, then and this is user activity. Then another one is hospital process or hospital activities. Then your ambulance. Okay, and this is user process, hospital process, and ambulance. And the text automatically wrap ചെയ്യും. അപ്പോൾ ഞാനതിൽ കൊള്ളാതെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓർ യു ക്യാൻ യൂസ് എൻ്റർ കീ. എൻ്റർ അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരാം. അത് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് റാപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് നമ്മളുടെ പ്രോസസ്സസ് എന്ന് പറയുന്നത്. ദെൻ യു നീഡ് സം കണക്ഷൻസ് ലൈക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇതിനെ കണക്ട് ചെയ്തു. യു ക്യാൻ മേക്ക് കോപ്പീസ്. ഒരേ വിഡ്ത്തിലും ഹൈറ്റിലും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇടാം. ദെൻ പേസ്റ്റ് ഇറ്റ് ഹിയർ. നമ്മൾ ചെറിയൊരു പ്ലാനിങ്ങോട് കൂടി വരച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഇനി വേണ്ടത് നമുക്ക് റെപ്പോസിറ്ററീസ് ആണ്. റെപ്പോസിറ്ററീസ് വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു സിംഗിൾ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ആണ് വേണ്ടത്. അത്തരത്തിലൊരു ടൂൾ ഇവിടെ ഇല്ല. ബട്ട് യു ക്യാൻ use your imagination or creativity for creating such a tools. I told you everything is created using lines or line segments. അല്ലെങ്കിൽ അത്തരം ഈ ഒരു ഫോം ഫാക്ടർ, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ലൈൻ സെഗ്മെന്റ്സ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ദാറ്റ്. ഞാൻ ഇവിടുന്ന് ഒരു ആരോ ഹെഡ് ഇല്ലാത്തൊരു ലൈൻ എടുത്തു, ജസ്റ്റ് ലൈൻ സെഗ്മെന്റ് എടുത്തു. ഇത് ഞാനൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒരു ഗ്രിഡ് ലൈൻസിലാണ് കൊണ്ടുവച്ചത്. ദെൻ ഇതിനകത്ത് ഇത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുപോയി അഗൈൻ ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതിന്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്യാണ് വേണ്ടത്. സിംഗിൾ സൈഡാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, നൗ യു ഹാവ് എ സിംഗിൾ സൈഡ് ഓപ്പൺ. ആൻഡ് മേ ബി നിങ്ങൾ സിലബസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടാവും. ഇതിനകത്തൊരു ഒരു സെപ്പറേഷൻ കൂടി ഉണ്ടാവും, ഒരു ഇൻസൈഡ് ബോക്സ് കാണും. ഓക്കെ, ഇത് സത്യത്തിൽ ഈ ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതിപ്പോ 1, 2, 3, 4 ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്, സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. നിങ്ങൾ ഇതിനെ മൂവ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാം ലൈക്ക് ദിസ്, ഒരു സിംഗിൾ എൻറ്റിറ്റി ആണ്. പക്ഷെ ഇത് മൂവ് ചെയ്യിച്ചാൽ ഓരോന്നായിട്ടൊക്കെ മൂവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരു സിംഗിൾ എൻറ്റിറ്റി ആക്കാൻ വേണ്ടി യു ക്യാൻ സെലക്ട് ഓൾ ദ എൻറ്റിറ്റീസ് ബൈ ഡ്രാഗിങ് യുവർ മൗസ് ഓവർ യുവർ ഡ്രോയിങ്. അല്ലെങ്കിൽ നിങ്ങൾ ആ എലമെന്റിന് പുറത്തൂടെ മൗസ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എല്ലാതും സെലക്ടഡ് ആയിരിക്കും. ദെൻ ക്ലിക്ക് ഓൺ എനി സെലക്ഷൻ. ഇതൊരു ക്ലോസ്ഡ് എൻറ്റിറ്റി അല്ലാത്തതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെലക്ഷൻ പോകും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഗ്രൂപ്പ് ഇറ്റ്. നൗ ദിസ് ഈസ് സിംഗിൾ എൻറ്റിറ്റി. ഇതൊരു ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്തു. then ഇതിനകത്തൊരു എഴുത്ത് വരണമെന്നുണ്ടെങ്കിൽ സിംപിളി എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് എടുക്കുക, സി യൂസർ ടേബിൾ. ഇത് ഈ എൻറ്റിറ്റിയുടെ പാർട്ട് അല്ല, അതായത് മറ്റേതൊരു ഗ്രൂപ്പ് ആയിരുന്നു. ഇതിപ്പോ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തതാണ്. അപ്പൊ ഇതും കൂടി വരണമെങ്കിൽ ഒന്നുകൂടി സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഓൺ എനി സെലക്ഷൻ, ദെൻ ഗ്രൂപ്പ് ഇറ്റ്. ഓക്കെ, നൗ ആസ് എ വോൾ ആയിട്ട് അത് ആക്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് റെപ്ലിക്കേറ്റ് ചെയ്താൽ മതി, ലേബൽ മാറ്റിയാൽ മതിയല്ലോ. ഓക്കെ, ഇവിടെ വന്നിട്ട് എഴുതി, ദെൻ ഒരു കോപ്പി എടുത്തു, പ്ലേസ് ഇറ്റ് ഹിയർ. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെന്റ് റെപ്പോസിറ്ററീസ്. അപ്പൊ റെപ്പോസിറ്ററീസ് നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സം പീപ്പിൾ യൂസ് ദി സിലിണ്ടർ സിമ്പിൾ. നമ്മളിപ്പോൾ DB-യിലൊക്കെ ഡാറ്റാബേസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ സിലിണ്ടറിക്കൽ സിമ്പിൾ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡാറ്റ സ്റ്റോറിനെ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. യു കൻ യൂസ് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് അപ് ടു യു. പല ആളുകൾ DFD പല രീതിയിൽ വരയ്ക്കും. ഇറ്റ്സ് അപ് ടു യു ഏത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഐ നീഡ് സം ആരോ ഹെഡ്സ്.
ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആരോ ഉപയോഗിക്കുന്നുണ്ട്. ഐ തിങ്ക് ബെറ്റർ യു ആഡ് ഡബിൾ ഹെഡഡ് ആരോ, ബിക്കോസ് ഈ പ്രോസസ്സിനകത്ത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഡബിൾ ഹെഡഡ് ആരോ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യു കൻ റെഫർ യുവർ ഫാക്കൽറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊജക്ട് ഗൈഡിനോട് നിങ്ങൾക്ക് ചോദിക്കാം ഏത് എങ്ങനെയാണെന്നുള്ള കാര്യം. ഇനി ഡൗട്ട്സ് അവരോടുണ്ടെങ്കിൽ ഏത് ആരോ ഉപയോഗിക്കണം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ഫോർ ദ ടൈം ബീയിങ്. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ഇത് കറക്റ്റ് ആണോ അല്ലെന്ന് എനിക്കറിയില്ല, ബട്ട് ഓക്കെ, ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് യുവർ ലെവൽ 1 DFD, and one thing is missing, and create a label here, level 1. Okay, ഓക്കെ, ഇനി ഇതേപോലെ എന്ത് ചെയ്യണം, ഇനി ഇതിലൊരു പ്രോസസ്സ് എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നതാണ് എന്ത് ലെവൽ 2 എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അഡ്മിൻ പ്രോസസ്സ് എടുക്കുന്നുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഡ്രോ ദ entire thing, but I'll show you how to create it, and some more tricks are here. അപ്പൊ ഇതിനകത്ത് ഇനി വരയ്ക്കാനുള്ളത് അഡ്മിൻ പ്രോസസ്സ് എടുക്കുകയാണ്. ഞാൻ അഡ്മിൻ പ്രോസസ്സ് എടുത്തിട്ട് സോ ആഡ് an entity, or you can copy it from here. ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി ഇറ്റ് ഫ്രം ഹിയർ. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്, അഡ്മിൻ എന്ന് പറയുന്ന ഇത് പ്ലേസ് ചെയ്തു. സോ ഇനി നോക്കുക, നമ്മുടെ സ്പെസിഫിക്കേഷനകത്ത് അഡ്മിൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കുക. അഡ്മിന് ലോഗിൻ ചെയ്യാം, മാനേജ് ഹോസ്പിറ്റൽ, മാനേജ് ആംബുലൻസ്, വ്യൂ യൂസേഴ്സ്, ആൻഡ് ദർ ആർ ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാലിറ്റീസ്. സോ ലോഗിൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, യു ആർ ഗോയിങ് ടു യൂസ് an ellipse. ഓക്കെ, എലിപ്സ് ഉപയോഗിച്ചു. ഓക്കെ, ഇനി അഡ്മിൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ അത് വരയ്ക്കുന്നത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അഡ്മിൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ ഡു സം ടാസ്ക്. ഓക്കെ, വ്യൂ ഓൾ യൂസേഴ്സ്, ദെൻ അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റികൾ ചെയ്യാം. അപ്പൊ ഞാൻ രണ്ടെണ്ണം വരക്കുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ വരച്ചു. Then use proper arrows, data flow കാണിക്കാൻ വേണ്ടി use proper arrow marks. Then ഓക്കെ, ഇനി ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരെണ്ണം ഇങ്ങനെ മാർക്ക് ചെയ്തു. ദെൻ ഇതേ സാധനം തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതും എന്താണ് ലോഗിൻ ചെയ്താൽ ചെയ്യേണ്ടതാണ്. സോ ഇതും കൊണ്ടുവന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ വരയ്ക്കാം. ബട്ട് യു കൻ യൂസ് യുവർ കോമൺ സെൻസ്. ഇങ്ങനെ വരയ്ക്കാം. അതായത് ഞാൻ ഒരു നീറ്റ് വേയിൽ വരയ്ക്കുന്നത് ഈ രീതിയിൽ വരയ്ക്കാം. ഓക്കെ, ഞാനൊരു ഒരു വെർട്ടിക്കൽ ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നവരെ, സ്ട്രൈറ്റ് ലൈൻ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടിൽറ്റ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡോട്ടർ ലൈൻസ് കിട്ടുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഓക്കെ, ദെൻ ഇതിവിടെ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഡോക്ക് ചെയ്തു. ദെൻ യൂസ് ആരോ ഹെഡ്സ് ഫ്രം ഹിയർ. ഓക്കെ, ഇവിടുന്ന് ഒരു ആരോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പ്ലേസ് ചെയ്താൽ അതിനൊരു ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ അടുത്തത് എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്തു. ഓക്കെ, ദെൻ തേർഡ് വൺ. ഓക്കെ, ദെൻ യു ക്യാൻ റൈറ്റ് the processes. ഇവിടെ ലോഗിൻ എന്ന് എഴുതാം നമുക്ക്. this is login. then view all users എന്ന് എഴുതി. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ടേബിൾ ഏതാ, നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തത് ഒരു അബ്സ്ട്രാക്ഷൻ ആണ്, യൂസർ ടേബിളിനെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ ടേബിളിന്റെ സ്ട്രക്ചർ നമുക്ക് വേണം. ഞാൻ ഇവിടെ വന്നിട്ട് വ്യൂ ഓൾ യൂസേഴ്സ് ഡാറ്റ എവിടെ നിന്നാണ് വരുന്നത്, ഇറ്റ്സ് എ വ്യൂ. സോ ഓർ വ്യൂ ഓർ എഡിറ്റ് എന്നാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഞാൻ വ്യൂ ആൻഡ് എഡിറ്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി റീഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിൽ എഴുതാം. അപ്പൊ റീഡ് ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് അങ്ങോട്ടൊരു ആരോ ഉണ്ടായിരിക്കും. സി, ഞാൻ ഇവിടുന്ന് ഈ ആരോ ഹെഡിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടു വെച്ചു. ദെൻ ഐ ജസ്റ്റ് പ്ലേസ് ഹിയർ. ഓക്കെ, ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ എന്ത് ചെയ്യണം, ഈ ഇതിന്റെ ഒരു തല ഇവിടെ പിടിച്ചു. ദെൻ സോറി, ഈ ആരോസ് പ്ലേസ് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടോ, ഇതിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ കോംപ്രമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതേ രീതിയിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോ ഞാൻ ലോഗിൻ ചെയ്തു. അപ്പൊ നിങ്ങൾ ഫയർബേസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
ലോഗിൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഓതന്റിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് ടേബിളിൽ നിന്നായിരിക്കും ഡാറ്റ എടുക്കുന്നത്. ഒന്ന് യൂസർ ടേബിളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ ഓതന്റിക്കേഷൻ ഫയർബേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓതന്റിക്കേഷൻ ടേബിളിൽ നിന്നും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓതന്റിക്കേഷൻ എന്നുള്ള ടേബിളിൽ നിന്നും ഓതന്റിക്കേഷൻസ് എന്നത് ഓതന്റിക്കേഷൻ എന്നുള്ള ടേബിളിൽ നിന്നും യൂസർ ടേബിൾ എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതിന്ന് രണ്ടെന്നും ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ആരോ വെച്ചു. ഓക്കെ, ഇനി ഇതേ സാധനം നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെയാണ്, ഇതേ പ്രോസസ്സിന് വേണ്ടി നമ്മൾ വേറൊരു ടേബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ആരോ വെച്ചു, എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതൊരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്, അതിനൊരു മിഡ് പോയിന്റ് ഉണ്ട്. ഈ മിഡ് പോയിന്റ് എല്ലാം നിങ്ങൾക്ക് എന്താണ്, ഇറ്റ് ഈസ് സംതിങ് ഇതേപോലെ ബെൻഡബിൾ ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ ബെൻഡ് ചെയ്യാം. കണ്ടോ, മിഡ് പോയിന്റിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ദിസ് ഇസ് മോർ ബെറ്റർ ദാൻ ദ ഫസ്റ്റ് വൺ. ആദ്യത്തെ ഓപ്ഷനേക്കാളും നല്ല ഭംഗിയിരിക്കുന്നത് ഇതേപോലെയാണ്. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾ ദീസ് തിങ്സ് ആർ ബെൻഡബിൾ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഒരു സാധനം വരും, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ബെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തൊന്നും വരയ്ക്കരുത്. അതായത് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു പോരുത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുന്ന ആൾക്ക് ഡാറ്റ ഫ്ലോ ഒക്കെ എന്തായിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ട് വെച്ചൂടെ, എന്നിട്ട് ഞാൻ ഇതിന്റെ മിഡ് പോയിന്റിൽ പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുവന്നു. ഓക്കെ, നൗ യു ഹാവ് അനദർ തിങ്. ഇവിടുന്ന് കട്ട് ചെയ്ത് പോകുന്നുണ്ട്, ഇവിടെ ഒരു മിഡ് പോയിന്റ് ഉണ്ട്, ഇതിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ വലിച്ചു. ഓക്കെ, നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇപ്പൊ ഇതിൽ എവിടെയും ടച്ച് ചെയ്യാതെ എനിക്ക് എന്ത് ഉണ്ടാവുക, ഇത് പോയിണ്ടാവുക. അപ്പൊ ഞാനത് എത്ര ഈസി ആയിട്ടാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുക. ദിസ് ഇസ് നോട്ട് പോസിബിൾ ഇൻ യുവർ വേർഡ്, അല്ലെങ്കിൽ അത്തരം വേർഡ് പ്രോസസ്സറുകളിൽ ഇത് പോസിബിൾ അല്ല. അതാണ് ഇതിന്റെ ഈ ഒരു ടൂളിന്റെ അഡ്വാൻറ്റേജ് അതാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് നെസസറി, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, DFD വരക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിപ്പോ വരച്ചത് ഒരു XML ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി മേ ബി നിങ്ങൾക്ക് PNG ആയിട്ടോ PDF ആയിട്ടോ ഒക്കെ വേണ്ടി വരാം. ഓക്കെ, അപ്പൊ അതിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അത് നമുക്ക് ഒരു കാര്യം കൂടി കാണിക്കാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ചെയ്യാന്ന്, ഈ മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊത്തം എൻറ്റയർ ഡയഗ്രാം സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ഓൺ സം സെലക്ഷൻ, ദെൻ ഗ്രൂപ്പ് ഇറ്റ്. നൗ ഇറ്റ് ഈസ് മൂവിങ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി. ഇവിടെ കണ്ടോ, എല്ലതും ഇതിപ്പോ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ ചെയ്തത്, മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് അൺഗ്രൂപ്പും ചെയ്യാം. ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അൺഗ്രൂപ്പ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പൊ ഇതാണ് എന്ത് DFD വരയ്ക്കാനുള്ള ടൂളിന്റെ ഒരു ഹൗ ടു യൂസ് ദാറ്റ് ടൂൾ എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് പേജാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ പേജ് എടുക്കുക. സി ഐ വാണ്ട് ടു എക്സ്പോർട്ട് ദിസ് തിങ്. ഈ പേജ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ടു ഫയൽ മെനു, then you have an option called export, and different export options like PNG, JPG, SVG, PDF, HTML, XML, different options. So most probably നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്നെങ്കിൽ PNG അല്ലെങ്കിൽ PDF ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇൻസൈഡ് യുവർ വേർഡിൽ എഡിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ ഇടയ്ക്ക് കൊണ്ടുവരാനാണെങ്കിൽ ബെറ്റർ PNG ആണ്, വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നല്ലത്. ബിക്കോസ് അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും, അത് അഡാപ്റ്റ് ചെയ്തോളും. PNG എന്ന് എടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇപ്പൊ ഞാൻ ഈ ഒരു ആർട്ട് ബോർഡിലുള്ള കണ്ടന്റ്സ് ആസ് എ വോൾ ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളെ ലെവൽ 1 മൊത്തം. ഇവിടെ ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക, ദെൻ എക്സ്പോർട്ട്. ഓക്കെ, എങ്ങോട്ടാണ് എക്സ്പോർട്ട് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഡിവൈസിലേക്കാണെങ്കിൽ ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ യു ക്യാൻ സി വൺ ഫയൽ ഇസ് ഡൗൺലോഡഡ് ഹിയർ, ക്ലിക്ക് ഓൺ ദാറ്റ്. അത് നമ്മളുടെ ഇമേജ് വ്യൂവറിൽ ഓപ്പൺ ആവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പൊ ലൈൻസ് ഒന്നും കാണാണ്ടാക്കില്ല. ഇത് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് എന്തെങ്കിലും ലൈൻസ് കാണാത്തത്. സി ഇഫ് ഐ സെലക്ട് ഇറ്റ് ആസ് എ വിത്ത് ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ ആ ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതുകൊണ്ടാണ്. ഇവിടെ PNG എടുത്തിട്ട് ഞാൻ വിത്ത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടില്ല, എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നൗ സെലക്ട് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നു. അപ്പൊ നിങ്ങളുടെ വേർഡിൽ കൊണ്ടിടുമ്പോൾ വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിത്ത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് ചെയ്യാം. അതല്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് വേറെ ഒരു കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ ഇതിനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, നിങ്ങളുടെ ആക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിരിക്കും, അപ്പോൾ അവിടെ ഫിറ്റ് ആയിരിക്കില്ല. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, DFD വരയ്ക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ.